അപ്പോൾ കൂട്ടുകാരെ, ഇന്നൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ചട്ടിയിൽ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് നല്ല അത്യാവശ്യം ബ്രൗൺ കളറാവോളം വറുത്തെടുക്കുക. ഇത് നെയ്യപ്പം തീരെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഉപകാരപ്പെടും. ഇതിലും നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് റെസിപ്പി വീഡിയോസൊക്കെ ഉണ്ട്. എനിക്കൊട്ടും അറിയില്ലായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്താണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കലിപ്പോൾ നല്ല സോഫ്റ്റ് നെയ്യപ്പമായി വരാറുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തു. ആവശ്യമുള്ള സാധനങ്ങൾ 2 കപ്പ് അരിപ്പൊടി, പൊടിയിലാണ് ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കണം. 1 കപ്പ് മൈദ, ഈ മൈദ എടുത്ത അതേ പാത്രത്തിൽ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് റവ, ഒരു 3-4 സ്പൂണ് റവ എടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തു. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് എള്ളും കുറച്ച് ചെറിയ ജീരകവും, ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാനുള്ള മാവ് മിക്സ് ചെയ്തെടുക്കുക. ശർക്കര ഉരുക്കി അത് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ശർക്കര ഉരുക്കി എന്തായാലും അരിച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് ശർക്കര പാനിയുണ്ട്, അത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുറച്ച് പാകത്തിന് ലൂസിൽ കലക്കിയെടുക്കുക. പൊടികളൊക്കെ മിക്സ് ചെയ്യുക. അരിപ്പൊടിയും മൈദയും റവ അത് മുഴുവനായിട്ട് ഇടണില്ല, ആവശ്യത്തിന് കുറച്ച് ഇടണുള്ളൂ. കുറച്ചിട്ടാൽ മതി, ഒരു 2-3 സ്പൂൺ അത്രേ വേണ്ടുള്ളൂ. ഈ പൊടികളൊക്കെ നല്ല മിക്സ് ചെയ്തിട്ട് ശർക്കര പാനി കുറച്ച് ഒഴിച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കാം. ഇതിലേറെ നന്നായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ഉണ്ടാക്കണൊരു റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. എനിക്ക് തീരെ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചെടുത്തത് ഇങ്ങനെയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല നെയ്യപ്പാണ്. അപ്പം ഇനി നല്ല കലക്കിയെടുത്തിട്ടുണ്ട്. നല്ല ലൂസും ആവണ്ട, നല്ല കട്ടിയാവണ്ട. ഇനി കുറച്ചൊരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയൊക്കെ വെച്ചാൽ മതി. അപ്പോഴേക്കന്നെ മാവൊന്ന് കട്ടിയായിട്ട് വരും. അപ്പോഴേക്ക് ജീരകവും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 സ്പൂണ്. നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും നെയ്യപ്പം ചുട്ടെടുക്കുമ്പോൾ. നെയ്യ് മാവിലൊഴിച്ചാൽ മതി. മാവിലൊഴിച്ച് നല്ല മിക്സ് ചെയ്തെടുക്കുക. ശർക്കര പാനി നല്ല ചൂട് വേണ്ട, ചെറിയൊരു ചൂട് മതി. നമ്മളെ കൈ തൊട്ടാൽ പൊള്ളാത്ത തരത്തിലുള്ളൊരു ചൂട് മതി. തിളച്ച ശർക്കര പാനി ഒഴിക്കരുതേ, ചെറു ചൂടോടെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 15 മിനിറ്റിന് ശേഷം മാവ് ഇങ്ങനെ കുറച്ച് കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യപ്പം ചുട്ടെടുക്കുക. ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോ കയ്യിൽ മാവ് ഒഴിച്ച് കൊടുക്കുക. നല്ല എണ്ണ നല്ല ചൂടായി വന്നാൽ പിന്നെ തീ കുറച്ച് വെക്കണം. ക്ഷമ വേണം. ഓരോന്നായി വരുമ്പോൾ ഇങ്ങനെ ടൈം എടുക്കും. പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ട് ആക്കിയെടുക്കാൻ പറ്റില്ല, മെല്ലെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലിങ്ങനെ എണ്ണ ഇങ്ങനെ ആക്കി കൊടുത്താൽ ഇങ്ങനെ പൊള്ളായി വരും. അപ്പോൾ ചില വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് കട്ടായി പോയിട്ടുണ്ട്, അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റാത്ത. എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് മനസ്സിലായത്, ചിലത് റെക്കോർഡായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നെയ്യപ്പൊക്കെ നല്ല റെഡിയായി വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോന്നും ചുട്ടെടുക്കുക, ഓരോ നെയ്യപ്പം. കുറേ ടൈം എടുത്തു ചുട്ട് കഴിഞ്ഞപ്പോൾ. കുറച്ച് ഓരോന്നായിട്ട് സമയം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് കുറേ വീഡിയോ ഇതിൽ റെക്കോർഡായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഇട്ടു. എന്തായാലും നെയ്യപ്പം നല്ല അടിപൊളിയാണ്. ഒട്ടും നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇത് പരീക്ഷിച്ച് നോക്കാം. അത്രക്കും സിമ്പിളാണ്. ഒരു ടെൻഷനും ഇല്ലാതെ ചുട്ടെടുക്കുക. അരി അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയില്ല, അരി അരച്ച് ഞാൻ ചുട്ടാലും എനിക്ക് ശരിയാവില്ല. എനിക്ക് ഈ പൊടി കലക്കിയിട്ട് ചുട്ടാലേ എനിക്ക് ശരിയാവുള്ളൂ. അതിൻ്റെ ഇടയിൽ ക്യാമറ തിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒക്കെ എഡിറ്റിങ്ങിലാണ് മനസ്സിലായത്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക.
ചക്കനിങ്ങനെ വഴിയെ റെഡിയായി വരും. എന്തായാലും നെയ്യപ്പം റെഡിയായി. നെയ്യപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓരോന്നും ചുട്ട് കഴിഞ്ഞു. അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ്. നല്ല അടിപൊളിയാണ്, നല്ല മധുരവും ഒക്കെ ഉണ്ട് ആവശ്യത്തിന്. അപ്പോൾ എല്ലാവരും ഒന്ന് നെയ്യപ്പം ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അതാ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും ഒരു ലൈക്ക് ചെയ്യണം വീഡിയോ കാണുന്നതിൽ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.